ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. എന്താണ് ഈ സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും? ഞാൻ പറയും, അത് പരിശുദ്ധ കുർബാനയാണ്. സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആന്തരികാർത്ഥം, അതിൻ്റെ ആഴത്തിലും ഔന്നത്യത്തിലും പരിശുദ്ധ കുർബാനയാണ്. ഒന്നാമതായി, നിങ്ങൾ പരിശുദ്ധ കുർബാനയെ അന്വേഷിക്കുകയും ബാക്കിയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും. എന്താണ് സ്വർഗരാജ്യം? സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഏതോ ഒരു നക്ഷത്ര ലോകത്തുള്ള ഒരു പ്രത്യേകമായ സ്ഥലങ്ങളല്ല. ഏതോ ഒരു പ്രത്യേക നക്ഷത്ര ലോകത്ത് ലൗകികമായ ലോകത്തിൻ്റെതായ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതായ മദ്യമോ മയക്കുമരുന്നുകളോ സ്ത്രീയോ പുരുഷനോ ജഡികതയോ ലഭിക്കുന്ന ഒരു സ്ഥലമല്ല. മറിച്ച് പ്രകാശമാകുന്ന ദൈവത്തിലെ, സ്നേഹമാകുന്ന ദൈവത്തിലെ, കാരുണ്യമാകുന്ന ദൈവത്തിലെ, നീതിയാകുന്ന ദൈവത്തിലെ ഒന്നു ചേരുന്ന അവസ്ഥയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഇന്ന് ഭൂമിയിൽ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ എന്നിൽ സ്വർഗരാജ്യമുണ്ട്. ഈശോ പറഞ്ഞു, പശ്ചാത്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവിടെ ഏതാണ് സ്വർഗരാജ്യം? എന്താണ് സ്വർഗരാജ്യം? ഈശോയാണ്. ഈശോ പറയാണ്, പശ്ചാത്തപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാനാകുന്ന സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന ദൈവപുത്രനാണ്. പരിശുദ്ധ തത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാനാണ്. ഞാനാണ് സ്വർഗരാജ്യം. ഞാൻ വന്നത് ഈ സ്വർഗരാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ആ ഈശോയെ പോലെ ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ എന്നിൽ ഇവിടെ സ്വർഗരാജ്യമുണ്ട്. അതല്ലേ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞത്? സ്വർഗരാജ്യം നിങ്ങളിലുണ്ട്, എന്നിലുണ്ട്, നമ്മളിലുണ്ട്, നമ്മുടെ സമൂഹത്തിലുണ്ട്. എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ജീവിക്കുമ്പോൾ സ്വർഗരാജ്യം നമ്മളിലുണ്ട്, നമ്മളുടെ ഇടയിലുണ്ട്. പക്ഷേ എല്ലാം പൂർത്തിയായി എന്ന് ഈശോ പറഞ്ഞത് ഗാഗുൽത്തായിൽ ബലി അർപ്പിച്ചപ്പോഴാണ്. അതെ, ദൈവത്തിൻ്റെ ഇഷ്ടം സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചുകൊണ്ട് അവിടുന്ന് ബലിയർപ്പിച്ചപ്പോൾ എല്ലാം പൂർത്തിയായി, എല്ലാം നിറവേറി. അതെ, സ്വർഗരാജ്യം അവിടെ നിറവേറപ്പെടുകയായിരുന്നു. ആ സ്വർഗരാജ്യം സ്വർഗത്തിൽ തുടരുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായും ദൈവവുമായി ഒന്നു ചേരുന്ന അവസ്ഥ. ആ സ്വർഗരാജ്യമാണ് ദൈവം ഭൂമിയിൽ നൽകുന്നത് പരിശുദ്ധ കുർബാനയിലൂടെ. സ്വർഗരാജ്യം എന്താകുന്നെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ ദൈവവുമായിട്ട് ഒന്നാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അതിന് ഒരു ആരാധനക്രമപരമായ ഭാഷയുമുണ്ട്. എന്താണ് സ്വർഗം? നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്ന യാഥാർത്ഥ്യം. ഐശയ്യാ പ്രവാചകന്റെ ദർശനത്തിലും വെളിപാടിന്റെ പുസ്തകത്തിലും പല വ്യക്തികൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്വർഗത്തിന്റെ ദർശനത്തിലും അവരെല്ലാം കണ്ടിട്ടുള്ള സ്വർഗം ഇതാണ്. മാലാഖമാര് നിരന്തരം ഹല്ലേലൂയ പാടുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു അവസ്ഥ. പ്രകാശത്തിൽ വസിക്കുന്ന, പ്രകാശങ്ങളുടെ പ്രകാശമായ ദൈവത്തിൽ വസിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അവസ്ഥ, അതാണ് സ്വർഗം. സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും നിങ്ങൾ അന്വേഷിക്കുവിൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ നീതി? നീതി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം അർഹമായത് നൽകുക. ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായിട്ട് നൽകാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? സ്വന്തമായിട്ട് ഒന്നുമില്ല, തന്നെയില്ല. അതുകൊണ്ട്
ദൈവത്തിൻ്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ പ്രവൃത്തികളാകുന്ന, ദൈവത്തിൻ്റെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളാകുന്ന ആ പ്രവൃത്തികളെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുകയാണ്. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് ഈശോ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്താണ് ഈശോ ചെയ്തത്? തൻ്റെ പെസഹ രഹസ്യങ്ങളെ നമുക്ക് നൽകി. ഇന്ന് ആ പെസഹ രഹസ്യങ്ങൾ തുടരുകയാണ്. പരിശുദ്ധ കുർബാനയാകുന്ന ആരാധനയിലൂടെ സമർപ്പിക്കപ്പെടുകയാണ്. അതെ, ദൈവത്തിന് അർഹമായ മഹത്വം നൽകുന്ന നീതിയാണ്, പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് പരിശുദ്ധ കുർബാന എന്താണെന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അത് സ്വർഗീയ വിരുന്നാണ്, അത് ബലിയാണ്, അത് രക്തത്തിലുള്ള ഉടമ്പടിയാണ്, അത് പാപമോചന ബലിയാണ്, അത് തിരുവചനത്തിൻ്റെ ആഘോഷമാണ്, എല്ലാ വിശ്വാസ രഹസ്യങ്ങളുടെയും ആഘോഷമാണ്, പ്രാർത്ഥനയാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കണം, സ്വർഗരാജ്യവും അവിടുത്തെ നീതിയുമാണ് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് സ്വർഗരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുകയും എന്ന തിരുവചനത്തെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ കുർബാനയിലൂടെ സ്വർഗരാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അത് ഭൂമിയിലും യാഥാർത്ഥ്യമാകും. അങ്ങനെ സാധിക്കുമ്പോഴൊക്കെ, പറ്റുമ്പോഴൊക്കെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവത്തിന് അർഹമായ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും പരിശുദ്ധ കുർബാനയിലൂടെ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് അർഹമായ നീതി നൽകുവാനും നമ്മൾക്ക് സാധിക്കട്ടെ. അതേ, പരിശുദ്ധ കുർബാന സ്വർഗരാജ്യവും നീതിയുമാകുന്നു. അത് അന്വേഷിക്കാം, ബാക്കിയെല്ലാം നമുക്ക് നൽകപ്പെടും. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.